Hi everyone, this is me, Casac Benjali. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് മീറ്റിങ്ങിനകത്ത്, ഒരു സെയിൽസ് മീറ്റിങ്ങിനകത്ത് എങ്ങനെ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാം. വാല്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ആ സെയിൽ എക്സാക്റ്റ് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ക്ലോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഒരു 3 സ്ട്രാറ്റജിയാണ് നമ്മൾ അതിന് ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് ഇനി പറയുന്നത്. സ്ട്രാറ്റജി നമ്പർ 1, ഡോണ്ട് സെൽ, ജസ്റ്റ് കൺസൾട്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് പുഷ് ചെയ്യുന്നത് ഇഷ്ടമാണ്? ആർക്കും ഇഷ്ടമല്ല ശരിക്കും. സർ, ഈ പ്രോഡക്റ്റ് നല്ലതാണ്, ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചോളൂ, ഇത് തന്നെ വാങ്ങിക്കണം, ഇത് വാങ്ങിക്കണം, ഇത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ നിർബന്ധിച്ച് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടമുള്ള കാര്യമാണ്? ഒരാൾക്കും ശരിക്കും ഇഷ്ടമില്ല. മറിച്ച് അയാൾ പറയാണ്, ഒരു 10ഓളം പ്രോഡക്റ്റുകളുണ്ട്, 10ഓളം പേന നിരത്തി വെച്ചിരിക്കുന്നു. അതിനിടയിൽ നിന്ന് 4-5 എണ്ണം അയാൾ എടുത്തിട്ട് പറയണം, ഇതിന് ഈ ഒരു ബെനിഫിറ്റ് ഉണ്ട്, ഇതിനുള്ളത് മറ്റൊരു ബെനിഫിറ്റാണ്, ഇതിന് ബ്ലാക്ക് കളറാണ്, റെഡ് ടോപ്പ് ഉണ്ട്, സിൽവർ കളർ വരുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്? നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഈ കളറ് ചേരില്ല. നിങ്ങളുടെ ആവശ്യത്തിന് ഇതായിരിക്കില്ല ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആവശ്യത്തിന് ചേരുന്നത് ഈ 2 എണ്ണമാണ്. ഈ 2 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തിരയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പർപ്പസിന് ഏറ്റവും നല്ലത് കിട്ടുമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വിശ്വാസം, ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. കാരണം ഇയാൾ ഒരിക്കലും തന്നെ അയാളുടെ പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറയുന്നില്ല, മറിച്ച് എനിക്ക് ആവശ്യമുള്ളതിനെ കണ്ടെത്തി അതിൽ നിന്ന് എനിക്ക് ഏറ്റവും സ്യൂട്ട് ആകുന്നതിനെ സെലക്ട് ചെയ്ത് തരുന്ന ഒരു കൺസൾട്ടൻ്റ് ആണ് എന്നൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യും. കാരണം ഒരാൾക്കും സെല്ല് ചെയ്യപ്പെടാൻ ഇഷ്ടമല്ല, കൺസൾട്ട് ചെയ്യപ്പെടാനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ സെയിൽസ് കോൺവെർസേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് ഗോ ഫോർ എ പുഷ് സെയിൽ, ബി എ കൺസൾട്ടൻറ്റ്. ആ കൺസൾട്ടൻറ്റ് പാറ്റേണിലാണ് നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. കൺസൾട്ടൻറ്റ് എങ്ങനെ നമുക്കൊരു ബെസ്റ്റ് കൺസൾട്ടൻ്റ് ആകാം? കറക്റ്റായിട്ട് കസ്റ്റമറെ കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുടെ ലൈഫ് സ്റ്റൈൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുടെ ബിഹേവിയറൽ പാറ്റേൺ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അയാളുടെ ഇഷ്ടങ്ങൾ, അയാളുടെ ജോലി, അയാളുടെ കൂട്ടുകാർ, അയാൾ ഏത് രീതിയിലാണ് അയാളെ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനനുസരിച്ചുള്ള അഡ്വൈസുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. I repeat the word advice, not push. അഡ്വൈസ് ചെയ്യുന്ന ഒരു എക്സിക്യൂട്ടീവിനെ, ഒരു സെയിൽസ്മാനെ, ഒരു ബിസിനസ്മാനെ പീപ്പിൾ വിൽ ട്രസ്റ്റ്. സോ ഡോണ്ട് ട്രൈ ടു സെൽ, ബി എ കൺസൾട്ടൻറ്റ്. നമ്പർ 2, നോ ദ കോസ്റ്റ്. നോ ദ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു നല്ല ബിസിനസ്സുകാരനാണെങ്കിൽ, ഒരു എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, നിങ്ങളുടെ പ്രോസ്പെക്റ്റുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ, കസ്റ്റമർ ആകാൻ പോകുന്ന ആളുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ പ്രോഡക്റ്റ്, ഒരു സർവീസ് ഇല്ലാത്തത് കൊണ്ട് എത്രമാത്രം കോസ്റ്റ്, എത്രമാത്രം വാല്യൂ ഗ്യാപ്പ് ആ ബിസിനസ്സിനോ ആ വ്യക്തിക്കോ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ERP സോഫ്റ്റ്വെയർ വിൽക്കുന്ന ഒരാളാണ്. നിങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഒരു സാധാരണ ബിസിനസ്സുകാരൻ്റെ അടുത്താണ്. ഒരു സോഫ്റ്റ്വെയറും ഉണ്ടാക്കിയിട്ടില്ല. അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബിസിനസ്സിനകത്ത് തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ട് മുഴുവൻ സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ERP സോഫ്റ്റ്വെയർ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വഴി അയാളുടെ ബിസിനസ്സിനെ ഒരു 65% ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അയാളുടെ പ്രൊക്യൂർമെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, അയാളുടെ സെയിൽസ് ഒരു പരിധിവരെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, അയാളുടെ അക്കൗണ്ട്സ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും, സ്റ്റോക്ക് ഹാൻഡിലിംഗ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇതെല്ലാം പറ്റുന്നതോട് കൂടിയിട്ട് അയാൾ കുറേ സമയം അയാൾ ഫ്രീ ആവുകയാണ്. ഇവിടെയാണ് നിങ്ങളുടെ വാല്യൂ ഉള്ളത്. ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് മര്യാദക്ക് ഒരു കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല, മകളുടെ സ്കൂൾ അഡ്മിഷൻ എടുക്കാൻ പോകാൻ പറ്റിയിട്ടില്ല, PTA മീറ്റിങ്ങിന് പോകാൻ പറ്റിയിട്ടില്ല. അയാളുടെ ലൈഫിലെ കോസ്റ്റ് എന്ന് പറയുന്നത് പണവുമായി മാത്രം റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതല്ല, മറിച്ച് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൊമെന്റ്സും കൂടെ ചേർന്നതാണ്. ഈ ഒരു കോസ്റ്റുകൾ എന്തൊക്കെയാണ് അയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്? ഈ ഒരു പ്രോഡക്റ്റ് കൊടുക്കുന്നത് വഴി ഏതൊക്കെ രീതിയിലാണ് അയാൾ സേവ് ചെയ്യാൻ പോകുന്നത്, ഒരു സൊല്യൂഷൻ ആകാൻ പോകുന്നത്? ഇത് ഐഡന്റിഫൈ ചെയ്യുക. കറക്റ്റ് ഒരു മോണിറ്ററി വൺ സൈഡ് ഒബ്സർവേഷൻ അല്ല നിങ്ങൾ നടത്തേണ്ടത്, മറിച്ച് ഒരു 360 ഡിഗ്രിയിലുള്ള കോസ്റ്റ് അനാലിസിസ് ആണ് ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങളൊരു ബിസിനസ് കോൺവെർസേഷനിൽ നടത്തേണ്ടത്. കാരണം നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ
അയാളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റവും അത് ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ലൈഫിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കോസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് കൃത്യമായി അനലൈസ് ചെയ്ത് അത് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയണം. നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇല്ലാത്തത് കൊണ്ട് ലൈഫിൽ എന്തെല്ലാം നഷ്ടം വന്നു, ഏതൊക്കെ രീതിയിൽ കോസ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ഒരു നാച്ചുറൽ ഈഗർനെസ് അയാളുടെ മനസ്സ് സൃഷ്ടിക്കപ്പെടും. അവിടെ ക്ലോസിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എഫേർട്ട്ലെസ് പ്രോസസ് മാറുകയും ചെയ്യും. ആൻഡ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് ദ കമ്മിറ്റ്മെന്റ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ളത് എത്രമാത്രം ആഗ്രഹമുണ്ട് എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യാൻ പറ്റണം. 2 രീതിയിലാണ് കസ്റ്റമർക്ക് ആഗ്രഹം ഉണ്ടാവുക. ഒന്ന്, പ്രശ്നം അയാൾ തന്നെ ഐഡന്റിഫൈ ചെയ്ത് അയാൾ നിങ്ങളെ വിളിക്കുകയാണ്, എനിക്ക് ERP സോഫ്റ്റ്വെയർ വേണം, അല്ലെങ്കിൽ എനിക്ക് HR സോഫ്റ്റ്വെയർ വേണം, അല്ലെങ്കിൽ എനിക്കൊരു കാറ് വേണം, എനിക്കൊരു ഒരു ലാപ്ടോപ്പ് വേണം, എനിക്കൊരു സർവീസ് വേണം, എനിക്കൊരു CCTV ക്യാമറ വേണം. ഇത് അയാൾ തന്നെ അയാളുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്ത് വിളിക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനും കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യിപ്പിക്കാനും വലിയ എഫേർട്ട് ഇല്ല. പ്രൈസ് മാത്രമാണ് അവിടുത്തെ കൺസേൺ വരിക. പ്രൈസ് ആൻഡ് ക്വാളിറ്റി, ആഫ്റ്റർ സെയിൽ സർവീസ്, ഇതൊക്കെയാണ് പലപ്പോഴും ഡിസ്കഷൻ ടോപ്പിക് വരുന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഒരു ഫ്രഷ് പ്രോസ്പെക്റ്റിന്റെ അടുത്തേക്ക് പോവാണ്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഇങ്ങനെ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ടില്ല, നിങ്ങളുടെ പ്രോഡക്റ്റ് ആവശ്യമുണ്ട് എന്ന് അയാൾക്ക് തോന്നിയിട്ട് പോലുമില്ല. പക്ഷെ നിങ്ങൾ കറക്റ്റായിട്ട് സംസാരിക്കുന്നത് വഴി അവിടെ വാല്യൂ ക്രിയേറ്റ് ചെയ്തു, ട്രസ്റ്റ് ബിൽഡ് ചെയ്തു, ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തു, നീഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ ഡ്യൂട്ടിയാണ് ഇയാൾക്ക് എത്രമാത്രം ഈ പ്രോബ്ലം തീർക്കാൻ ആഗ്രഹമുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യണം. എത്ര മാത്രം ആഗ്രഹമുണ്ട്, ഇന്ന് തീർക്കണോ 6 മാസം കഴിഞ്ഞിട്ട് ഈ പ്രോബ്ലം തീർക്കണോ എന്നതാണ് ഇയാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത. അവിടെയാണ് നിങ്ങൾ ഈഗർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇനിയും നിങ്ങൾ 6 മാസം ഈ പ്രോബ്ലം കൊണ്ടുപോകുകയാണെങ്കിൽ, അതിനുള്ള സൊല്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഹ്യൂജ് ലോസ്, അത് ഫൈനാൻഷ്യൽ ലോസ് ആകാം, റിലേഷൻഷിപ്പ് ലോസ് ആകാം, ഫാമിലി ലോസ് ആകാം, സ്പിരിച്വൽ ലോസ് ആകാം, ഹെൽത്ത് ലോസ് ആകാം, എന്തുമാകട്ടെ, സേഫ്റ്റി ലോസ്, സെക്യൂരിറ്റി ലോസ്, എന്തുമാവട്ടെ, ആ ലോസിനെ കറക്റ്റായിട്ട് ഫിഗർ ആയിട്ടോ അതല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടോ അയാളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് വഴിയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള അയാളുടെ കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ ഒരു കൺസൾട്ടന്റ് ആയിരിക്കണം. സോ ക്രിയേറ്റ് കമ്മിറ്റ്മെന്റ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് റേഷ്യോ ആണ്. കമ്മിറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡു നോട്ട് പുഷ് ടു ക്ലോസ്, ഇറ്റ് ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് മാനോ സെയിൽസ് മാനോ ആണെങ്കിൽ, ഈ കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും ഇനിയും ഇതുപോലുള്ള ബിസിനസ് റിലേറ്റഡ് വീഡിയോസുമായിട്ട് വീണ്ടും വരും. നിങ്ങളുടെ പിന്തുണയും സപ്പോർട്ടും ഉണ്ടാകണം. ഞാൻ കസാക് ബെഞ്ചാലി.